ഇന്ന് കാലത്ത് പതിവിലും വളരെയധികം ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. അപ്പോഴാണ് ഒരു ഫോൺ എനിക്ക് മെഡിക്കൽ സെൻറ്റർ വരെ അർജൻറ്റായിട്ട് പോയിട്ട് ഒരു സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യണം. പോകാൻ ഏകദേശമൊക്കെ സമയമായിരിക്കുന്നത് കൊണ്ട് ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് മേടിക്കാനായിരുന്നു. തൈറോയിഡിൻ്റെ ചെറിയൊരു മരുന്ന് എടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ അതിന് മെഡിസിൻ കൈപ്പിടിക്കണമെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് അത്യാവശ്യമാണ്, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ടാണ് പോയി. അവിടെ പോയി വരുന്ന വഴിക്ക് നല്ല ചൂടാവുന്നതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഒരു കൂൾ ഡ്രിങ്ക്സ് എന്തെങ്കിലും കഴിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു കൂൾ ബാറിൽ കയറി കേട്ടോ. അങ്ങനെ ഒരു ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു മൊജിറ്റോയും ഒരു ജ്യൂസും മൊസംബീൻ്റെ ഒരു ജ്യൂസും ഓർഡർ ചെയ്തു. അപ്പോൾ സനുപേട്ടൻ പറഞ്ഞു മൊസംബി ജ്യൂസ് മതിയെന്ന്. കൊണ്ടുവന്ന് വന്നു കഴിഞ്ഞപ്പോൾ മൊസംബിക്ക് ചെറിയൊരു കയ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സനുപേട്ടന് വലിയ താല്പര്യം ഉണ്ടായില്ല. അതിനുശേഷം എനിക്കും കുടിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കയ്പ് തോന്നി. പക്ഷേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, കാശ് കൊടുത്ത് മേടിച്ച് ആരോട് കുടിക്കില്ലാതെ വഴിയില്ല, അതുകൊണ്ട് അത് കുടിച്ചു. അപ്പോൾ മൊജിറ്റോ ഒന്ന് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ ഒരു പകുതി സമ്മതത്തിലാണ് എന്നോട് സമ്മതിച്ചത്. അപ്പോൾ ഞാനും കുടിച്ചു, സനുപേട്ടനും കുറച്ച് കുടിച്ചു. അതിനുശേഷം അവസാനം ഉണ്ടായൊരു മുട്ട കേട്ടോ ഇത്. അതിൽ നിന്നൊരു ചെറിയൊരു പീസ് കിട്ടിയെന്നേ ഉള്ളൂ. അതിനുശേഷം ഞാൻ വിചാരിച്ചു അതിൽ ഐസ് വാട്ടർ ഒന്ന് കുടിക്കാമെന്ന് വെച്ചപ്പോൾ അവിടെ ഭയങ്കര കച്ചറ. ഇതൊക്കെ നേരത്തെ കൂട്ടിയേ അറിയാവുന്ന ഒരാളാവാനാണ് ഞാൻ ഒരെണ്ണം കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സാധനം വന്നു കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് ഭയങ്കര സന്തോഷമായി. പിന്നെ അത് പറഞ്ഞ പോലെ ഞങ്ങൾ 3 പേരും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കുടിച്ചു കേട്ടോ. ഏറ്റവും കൂടുതൽ കുടിച്ചത് കുഞ്ഞും സനുപേട്ടനും തന്നെയാണ്, അതെപ്പോഴും അങ്ങനെയാണ്. അതിനുശേഷം മുട്ട ഭയങ്കര ടേസ്റ്റുള്ള കാരണം ഒരെണ്ണം കൂടി വാങ്ങിയിട്ട് ഒരു പ്ലേറ്റും കൂടെ വാങ്ങി. അപ്പോൾ എന്നോട് കുഞ്ഞു പറഞ്ഞു നന്നായിട്ടൊന്ന് വീഡിയോ എടുക്കണം. പിന്നെ അവസാനം ഒരു മുട്ടേനെ കൊല്ലാകൊല ചെയ്യുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. അതെല്ലാ പ്രാവശ്യമുള്ള അവത്തിന്ന് വയററിയുമ്പോൾ ഒത്തിരി സൂക്കേടുള്ള. പിന്നെ അവസാനം എനിക്ക് കിട്ടിയത് ഈ കുട മാത്രമായി പോയി. പിന്നെ ഞാൻ നോക്കിയില്ല, അത് കൈപ്പിടിച്ചു. പിന്നെ ബില്ലിൻ്റെ കാര്യം പറയണ്ടല്ലോ, 200 രൂപയും കൊണ്ട് വെറും പോയി വരേണ്ട ഞാനാണ് ഈ 1000 രൂപ ചിലവായി നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് സന്തോഷമായി തിരിച്ചു വരുന്ന സമയത്താണ് കുറച്ച് ഫ്രൂട്ട്സ് കണ്ടത്. ആ ഫ്രൂട്ട്സ് നമ്മൾ സ്ഥിരം മേടിക്കുന്ന കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമേ അവിടെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. എൻ്റെ കുഞ്ഞു ചെറിയ കുട്ടിയാവുന്ന പ്രായത്തിൽ ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ 1 കിലോ നമ്മുടെ റംബൂട്ടാനല്ലേ, പുള്ളിക്ക് ഭയങ്കര ഇഷ്ട സാധനം. 1 കിലോ റംബൂട്ടാനും വാങ്ങി, നാടനല്ലാത്ത കുറച്ച് ഞാവൽപ്പഴവും വാങ്ങി.